പ്രൈസ് ലോർഡ്. ഇന്നത്തെ പകൽക്കാലം വിശുദ്ധ തിരുവചനമാ നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തി ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. സമാധാനത്തോടെ ഒരു ദിവസം കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു തിരുവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. അവിടെ നാം വായിക്കുന്നത് കർത്താവ് ഒത്തിരി സ്നേഹിച്ച ഒരു ഭവനമാണ്. ഒരുപാട് പ്രാവശ്യം കർത്താവ് കയറിയ ഒരു വീടാ, ദൈവനാമത്തിന് വേണ്ടി നിന്ന ഒരു വീടാ. എന്നാൽ നാം ഇപ്പോൾ വായിക്കുക, കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി. ഒരു മരണവീട് മാത്രമല്ല, യേശു കൂടെ ചെന്നൊരു വീട്ടിൽ വലിയൊരു പ്രതിസന്ധി, വലിയൊരു നാറ്റം വെച്ച ഒരവസ്ഥയിൽ കൂടെ കർത്താവ് കടന്നു പോവുക. ആർക്കുമില്ലാത്ത ഒരു വലിയൊരു പ്രതിസന്ധി കൂടെ അവർ കടന്നു പോവുക. അതിനു മുമ്പേ യേശു 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെ ഇവിടെ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യമുണ്ട്, നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു. യേശു അത് കേട്ടിട്ട് മറുപടി പറയുന്ന ഒരു ഭാഗം എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു വേദനയിൽ കൂടെ കടന്നു പോവുക. പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും കർത്താവിന് വേണ്ടി നിന്നിട്ടും എന്തേ ഒരു നാറ്റം വെച്ചൊരു വിഷയം കർത്താവിടെയുള്ള പലരും ചോദിക്കും, യേശു അവിടെ വന്നിട്ടില്ലയോ, യേശുവിന് വേണ്ടി നിന്നതല്ലേ, എന്തേ ഇങ്ങനെന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് കർത്താവിന് അവിടെ മറ്റാരെയെങ്കിലും കർത്താവിന് ഉയർപ്പിച്ചാൽ പോരായിരുന്നോ? എന്ന കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു വിടുതലാണ്. വ്യക്തിപരമായ ഒരു വിടുതൽ കർത്താവിനോട് ചെയ്യാനുണ്ടായിരുന്നു. ലാസർ എന്ന വ്യക്തിയെക്കുറിച്ച് മറ്റാർക്കുമില്ലാത്ത ഒരു മഹത്വം വെളിപ്പെടാനുണ്ടായിരുന്നു. മറ്റാർക്കുമില്ലാത്ത ഒരു നാറ്റം, മറ്റാർക്കുമില്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടോ? എന്നാൽ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു, അവിടെ ആർക്കുമില്ലാത്തൊരു വേദനയുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്തൊരു നാറ്റമുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്തൊരു ദൈവമഹത്വം അവിടെ വെളിപ്പെടും. മൈലുകൾക്കപ്പുറത്തൊരു നാറ്റം വച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം സുഗന്ധം വ്യാപരിച്ചപ്പോൾ അതിരുകൾക്കപ്പുറമായി അറിയപ്പെടുന്ന ചില സുഗന്ധം, ലോകമറിയപ്പെടുന്ന ഒരു സുഗന്ധം അവിടെ വീശുവാനിടയായി തീർന്നു. ചില പ്രശ്നങ്ങളും ചില വേദനകളും ചില വെല്ലുവിളികളും ഉണ്ടോ? അവിടെ ഒരു വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. അവിടെ ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. ഒരു ദൈവപ്രവൃത്തിയുടെ സുഗന്ധം, ഒരു ദൈവ സ്നേഹത്തിൻ്റെ സുഗന്ധം. എത്ര സ്നേഹിച്ചാലും കുറച്ച് 4 ദിവസമായി നാറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്രകൃതി പോലും പറയുന്ന, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. എത്ര വലിയ ബന്ധമായാലും മരിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ, ബഥാന്യ പറഞ്ഞു എടുക്കാൻ, സ്നേഹിച്ച മാർത്ത പറഞ്ഞു എടുക്കാൻ, സ്നേഹിച്ച മറിയ പറഞ്ഞു എടുക്കാൻ. പക്ഷെ നാറ്റം വെച്ചിട്ടും അഴുകിയിട്ടും കർത്താവ് വിട്ടുകൊടുത്തില്ല കേട്ടോ. നാറ്റം വെച്ചിട്ടും അഴുകിയിട്ടും കർത്താവ് ആ കണ്ണുനീരിൻ്റെ അകത്ത് വിട്ടുകൊടുക്കാത്ത ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. ആ സ്നേഹിച്ച മാർത്തയും മറിയയും ബഥാന്യൊക്കെ പറഞ്ഞപ്പോഴും, നാറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പോഴും കർത്താവ് വിട്ടുകൊടുത്തില്ല. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത്, ആ ദൈവകരത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ ഇനി ലോകം അറിയപ്പെടുന്നത് മാർത്തയുടെയും മറിയുടെയും പേരിലല്ല. ഇനി ലോകം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൻ്റെ പേരില്ല, യേശുവിൻ്റെ പേരില്ല, യേശു ഉയർപ്പിച്ച ലാസറിൻ്റെ പേരില്ല. നിന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ചില അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോകണം. നിന്നെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ ചില വേദനയിൽ കൂടെ ഒക്കെ കടന്നു പോകണം. കർത്താവിനെയും നിന്നെയും ചേർത്ത് പരിചയപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് ചില വേദന. ഇനി ലോകം അറിയപ്പെടുന്നത് നിന്റെ കുടുംബത്തിൻ്റെ അട്ടസിലല്ല, നിന്റെ ലോകപരമായുള്ള അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും രാഷ്ട്രീയമായുള്ള ബലത്തിലല്ല, അല്ല നിന്റെ സാമൂഹികമായ ബലത്തിലല്ല.
ഇനി നിന്നെ ലോകം അറിയുന്നത് യേശുവിൻ്റെ പേരില്ല. കർത്താവിനെ നിന്നെയും ചേർത്ത് പരിചയപ്പെടുത്താനുണ്ട്. ചില നാറ്റം നല്ലതാണെന്ന് സമൂഹം വിളിച്ചു പറയും, ചില വേദന നല്ലതാണെന്ന് സമൂഹം വിളിച്ചു പറയും. ഇത് നിന്റെ പേരിലല്ല നീ അറിയപ്പെടുന്നത്. നീ എന്തിലൂടെയാ നിന്നെ കർത്താവ് ഏറ്റെടുക്കുക? കർത്താവ് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു മഹത്വം വെളിപ്പെടുന്നു. ഇന്ന് പകല് നീ വിശ്വസിക്കുന്നോ? നീ ഒരു ദൈവപ്രവൃത്തി കാണും. നിന്റെ ജീവിതത്തിലൊരു വലിയ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ വിശ്വസിച്ച് ആ കർത്താവിൽ തന്നെ ചാരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.